എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചിലർക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഒട്ടും മിക്കർക്കും ഇന്നുള്ള ഒരു പ്രോബ്ലമാണ് പിമ്പിൾസ് കേട്ടോ. ഇതേ എനിക്കിവിടെ വന്നിട്ടുണ്ട് നല്ല ചുമന്ന് തുടുത്ത സാധനം. ഇതുണ്ടോ, ഇവിടെ എല്ലാം ഉണ്ടേ പിമ്പിൾസ്. അതുപോലെ പിമ്പിൾസ് പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ കറുത്ത പാടുകൾ. എനിക്ക് ഇപ്പോൾ 37ആയി. എനിക്കിപ്പോഴും പിമ്പിൾസ് വരും കേട്ടോ. മുട്ട കഴിക്കാൻ പറ്റത്തില്ല, കടല കഴിക്കാൻ പറ്റത്തില്ല, കൂടുതൽ സ്വീറ്റ്സ് കേക്ക്സ് കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എന്തൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മുഖത്ത് ഇങ്ങനെ കുരുക്കൾ വരും. നല്ല വേദനയുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് ഒരുപാട് പേർക്ക് ഇതിങ്ങനെയുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ പൊതുവെ മെഡിക്കൽ ഷോപ്പിൽ ഇരിക്കുന്നത് കൊണ്ട് അപ്പോൾ എനിക്കറിഞ്ഞതും ഞാൻ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. അടിപൊളി ഐറ്റമാണ്. നിങ്ങൾ നൈറ്റ് ടൈമിൽ ഇതിട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ മോർണിംഗ് ആകുമ്പോൾ നമുക്ക് ആ സ്വെല്ലിംഗ് ഒക്കെ കുറഞ്ഞു കിട്ടും കേട്ടോ. നമുക്കിപ്പോൾ ഒരു കുരു വന്നാൽ അതിന് ചുറ്റും നല്ല റെഡ്നെസ് ഉണ്ടാവും, അതുപോലെ സ്വെല്ലിംഗ് ഉണ്ടാവും കേട്ടോ. അത് നന്നായി കുറഞ്ഞു കിട്ടും. 1-2 ക്രീംസ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ക്രീമും പെട്ടെന്ന് നമ്മുടെ മുഖത്തിന് നല്ലൊരു മാറ്റം കിട്ടും. പെട്ടെന്ന് ആ ഒരു കുരുക്കളൊക്കെ പോവും. ചെറുതായിട്ടെങ്കിലും നമ്മുടെ ആ മറ്റേ എന്താ പറയുക, കുരുക്കൾ വന്നു കഴിഞ്ഞിട്ടുള്ള പാടുകളില്ലേ, അതും പോവാൻ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു ക്രീം എന്ന് പറയുന്നത്. അത് വേറെ ഒന്നുമില്ല, എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും തന്നെ അഫോർഡബിളായിട്ടുള്ള ഒരു പ്രൈസിന് കിട്ടുന്ന ഒരു ക്രീമാണ് കേട്ടോ. ട്രെറ്റിൻ എന്ന് പറയുന്നൊരു ക്രീം. അത് 0.025% ക്രീമാണത് ട്രെറ്റിൻ വരുന്നത്. അത് ഏകദേശം MRP വരുന്നത് ഒരു 195 ആണേ. അപ്പോൾ സാധാരണ എല്ലാവർക്കും തന്നെ ഇത് മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കൂടുതൽ വരുന്നത് ടീനേജേഴ്സിലാണ്. പിന്നെ ഈ PCOD ഉള്ളവർക്ക്, അതുപോലെ ഹോർമോണൽ ഇൻബാലൻസ് ഉള്ളവർക്കൊക്കെ കൂടുതൽ കുരുക്കൾ വരാറുണ്ട്. ഈ മറ്റേ തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർക്ക് കുരുക്കൾ വരാറുണ്ട്. അപ്പോൾ പല കുട്ടികളും എന്നോടും ചോദിക്കും, ചേച്ചി ഈ കുരു പോകാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ മുഖം കാണിച്ചു കൊടുക്കും. ദേ കണ്ടില്ലേ, എൻ്റെ മുഖത്ത് ഇത് വരാറുണ്ട് പോകാറുണ്ടെന്ന്. അപ്പോൾ കുരുക്കൾ സാധാരണയായിട്ട് എല്ലാവരുടെ മുഖത്തും വരും പോകും. പക്ഷേ നമ്മളപ്പോൾ അത് വരുമ്പോൾ തന്നെ അത് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ ഈ നമ്മൾ കഴിക്കുന്ന ഏതൊക്കെ ഫുഡുകളിൽ നിന്നാണാവോ നമുക്ക് ഈ ഒരു കുരുക്കളൊക്കെ വരുന്നത്, ആ ഫുഡുകളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ മനുഷ്യരല്ലേ, നമ്മൾ കഴിച്ച് പോവില്ലേ. ഞാനൊക്കെ എന്ന് വെച്ചാൽ എത്ര ഇപ്പോൾ ജലദോഷമുണ്ടോ, എനിക്കിപ്പോൾ ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നിയോ ഞാൻ കഴിക്കും. ചുമയുണ്ടോ, ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നിയോ ഞാൻ കഴിക്കും. ഇപ്പോൾ കുരുവുണ്ടോ, ഒരു പീസ് കേക്ക് കിട്ടിയോ, എനിക്ക് കഴിക്കണമെന്ന് തോന്നിയോ ഞാൻ കഴിക്കും. അങ്ങനെയാണ് നമ്മൾ മനുഷ്യരല്ലേ, നമ്മുടെ ആഗ്രഹം അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ ക്രീം വളരെ നല്ല ക്രീമാണ്. പിന്നെ ഒരു ക്രീമുണ്ട് ക്ലിൻമി സ്കിൻ എന്നും പറഞ്ഞു. അതിപ്പോൾ എൻ്റെ ഇവിടെ സ്റ്റോക്കില്ല, അത് ഞാൻ കാണിച്ചിട്ട് അത് നല്ലതാണ്. അപ്പോൾ ഇതിനെല്ലാം വെച്ച് ഈ ക്രീം നല്ലൊരു ക്രീമാണേ. അപ്പോൾ നിങ്ങൾ ഈ ക്രീം മേടിച്ച് പുരട്ടി നോക്കുക, വളരെ നല്ലതാണ്. എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും അവൈലബിൾ ആണ് കേട്ടോ. HNHൻ്റെയാണ് കമ്പനി വരുന്നത്. ട്രെറ്റിൻ 0.025% ക്രീമാണ് കേട്ടോ, ക്രീം ഫോമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ മുഖത്ത് നമുക്ക് ഇതാവും. ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്, ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് ഇവിടെ എനിക്കിത് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. രാത്രി വീട്ടിൽ പോകുമ്പോൾ ഫേസ് കഴുകിയിട്ട് കിടക്കും ഞാൻ. അങ്ങനെ ഇപ്പോൾ കടയിലിരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈമിൽ എന്താ പറയുക 7:30 ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ രാവിലെ കഴുകി കളഞ്ഞാൽ മതി, രാത്രി കിടക്കുമ്പോൾ ഇട്ടിട്ട്. അപ്പോൾ അത് നല്ലൊരു ക്രീമാണ്. അപ്പോൾ ഇങ്ങനെ കുരുക്കളൊക്കെ ഉള്ളവർ മേടിച്ച് പുരട്ടി അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് പറയുക. പിന്നെ നമ്മൾ ഹോം റെമഡീസൊക്കെ ചെയ്യുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കടലമാവോ. എനിക്ക് ഭയങ്കര ഓയിലി സ്കിന്നാണ്. ഓയിലെന്ന് വെച്ചാൽ ഇത് ഇവിടം ഭയങ്കരമായിട്ട് ഓയിൽ ഇറങ്ങും. ഞാനൊന്നും ചെയ്യത്തില്ല, അങ്ങനെ കൂടുതലായിട്ട് ഓയിൽ യൂസ് ചെയ്യത്തില്ല. പക്ഷേ ഭയങ്കരമായിട്ട് ഓയിൽ ഒലിച്ചിറങ്ങും. അതുകൊണ്ട് ഞാനിവിടെ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ടിഷ്യൂ ആണെന്ന് ചോദിച്ചാൽ അല്ല, ഞാനിത് എൻ്റെ മുഖത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന. അതങ്ങനെ വെച്ചിട്ടുണ്ടോ, അതിങ്ങനെ ഇങ്ങനെ വെച്ച് ആ ഓയിലെല്ലാം ഞാൻ എപ്പോഴും ഇങ്ങനെ തുടച്ച് കളയും. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം. 37 വയസ്സായില്ലേ, പോകുന്നവരെ പോട്ടെ എന്ന്. അപ്പം എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ ധൈര്യമായിട്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങളും യൂസ് ചെയ്താൽ അങ്ങനെ കൂടുതൽ സൈഡ് എഫക്റ്റ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. എന്നാലും ഇറിറ്റേഷനോ റെഡ്നെസ്സോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തോ. ഇല്ലാത്ത എല്ലാവർക്കും തന്നെ ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ്. വലിയ സൈഡ് എഫക്റ്റ് ഒന്നും വരില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങളുടെ കുരുക്കളൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റുള്ളവർക്കൊരു പ്രചോദനമാകട്ടെ എന്ന്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഷെയർ ചെയ്യാനും കൂടെ മറക്കല്ലേ. തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടനും കൂടെ ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്ക്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, സീ യു.